ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്ന ടൂളിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സോൾവർക്സ് ഓപ്പൺ ആക്കി ഒരു പാർട്ട് ഓണാക്കി. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം ഇപ്പോൾ മില്ലിമീറ്ററിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ മില്ലിമീറ്റർ യൂണിറ്റ് കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു സോൾഡ് ബോഡി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു സ്കെച്ച് വരയ്ക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻ ഓക്കെ ഒരു 100, ദെൻ 75 കൊടുത്തു. അതിന് ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. അതൊരു 50 എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഈ ഫ്രണ്ട് പ്ലെയിൻ, ദെൻ ഇതിനൊരു ടോപ്പ് പ്ലെയിൻ ഉണ്ടായിരിക്കും, ഒരു റൈറ്റ് പ്ലെയിൻ ഉണ്ടായിരിക്കും. അതിനുശേഷം ഞാനിപ്പോൾ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നൊരു ടൂളിനെ പറ്റി നോക്കാം. നമുക്ക് ഇൻ്റർസെക്റ്റ് ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കമാൻഡായിട്ട് നമുക്ക് ഇൻ്റർസെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇൻ്റർസെക്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇൻ്റർസെക്റ്റ് എടുത്തു. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി മാനേജർ വന്നു. അതിൽ സെലക്ഷൻ, റീജിയൻ ടു എക്സ്ക്ലൂഡ്, ദെൻ ഓപ്ഷൻസ്, മെർജ് റിസൾട്ട് ആൻഡ് കൺസ്യൂം സർഫസ്. ഇതിൽ ഞാനിപ്പോൾ ഈ ബോഡിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയിൻ കൂടെ അങ്ങ് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടോപ്പ് പ്ലെയിനുമായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇൻ്റർസെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി ആ ഒരു പ്ലെയിൻ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഇതാണ് ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകത. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണിക്കും. ഇവിടെ റീജിയൻ 1ഉം റീജിയൻ 2ഉം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റീജിയൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റീജിയൻ കണ്ടോ, ആ റീജിയൻ അവോയ്ഡ് ആയിട്ട് ബാക്കിയുള്ള റീജിയൻ കിട്ടും. ഈ ടൂൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സർഫസ് ജിയോമെട്രികളിലാണ്. ഓക്കെ, സർഫസ് ജിയോമെട്രികളിലാണ് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് സർഫസ് വരയ്ക്കുന്നതിന് പകരമാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ എടുത്ത് വെച്ച് കട്ട് ചെയ്തത്. നോർമൽ കേസിൽ നമ്മൾ സർഫസ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഒരു സർഫസ് ഉണ്ടാക്കിയിട്ട് ആ സർഫസിൽ നമ്മളൊരു എക്സ്ട്രൂഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതിൽ നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചിരുന്നു. ഇത് വെച്ച് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ റീജിയൻ 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയൻ 1 അങ്ങ് എക്സ്ക്ലൂഡ് ആവും. റീജിയൻ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീജിയൻ 2 എക്സ്ക്ലൂഡ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ ടിക്ക് കൊടുക്കണം. ഇവിടെ നമുക്ക് രണ്ടും കൂടെ കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അത് എറർ കാണിച്ചു. ഏതെങ്കിലും ഒന്നേ കൊടുക്കാൻ പറ്റും, അല്ല നമുക്ക് ഒന്നേ കൂടുതൽ ഇതുണ്ട്. നോക്കാം, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് ഇവിടെ ഈ പ്ലെയിൻ കൂടെ ചൂസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇൻ്റർസെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 4 പീസായിട്ട് കട്ടാവും. കണ്ടോ, 4 പീസായിട്ട് കട്ടായി. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പീസ് വേണ്ട. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പീസുകൾ വരും. കണ്ടോ, ഇനി ഇതിൽ നമുക്ക് ഈ മെർജ് റിസൾട്ട് മാറ്റിയിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 പീസ്, ബാക്കിയുള്ള 3 പീസുകളും 3 പീസുകളായിട്ട് തന്നെ കിട്ടും. സെപ്പറേറ്റ് പീസുകളായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള പീസുകളായിട്ട് കിട്ടും, മനസ്സിലാവുന്ന രീതിയിലുള്ള പീസുകളായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ പ്ലെയിനിൽ വീണ്ടും ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ആംഗുലാർ ഷേപ്പിൽ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഈ ഇൻ്റർസെക്റ്റ് എടുത്ത് കളയുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ആംഗുലാർ ഷേപ്പിൽ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ആംഗുലാർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇൻ്റർസെക്റ്റ് വീണ്ടും എടുക്കാൻ പോവുകയാണ്. ഇൻ്റർസെക്റ്റ് എടുത്തിട്ട് ഞാൻ ഇതും ഈ ബോഡിയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇൻ്റർസെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആംഗിൾ ഷേപ്പിൽ നമുക്ക് കട്ടായി. ഇനി ഞാൻ അതിൽ ഏതെങ്കിലും ഒരു റീജിയൻ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നോർമൽ കേസിൽ നമ്മൾ സർഫസ് ജിയോമെട്രി ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞ ടൂൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇൻ്റർസെക്റ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, എനിക്ക് ഒരു സോൾഡ് ബോഡി ഇല്ല. ഓക്കെ, സോൾഡ് ബോഡി ഇല്ല, പക്ഷേ ഞാനിപ്പോൾ ഒരു സോൾഡ് ബോഡി പ്ലെയിൻസ് വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് പ്ലെയിൻ ചൂസ് ചെയ്തു, ഒരു പ്ലെയിൻ എടുത്തു.
ഓക്കെ, ഒരു 100 mm ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു 50 mm ഡിസ്റ്റൻസിൽ ഞാനൊരു പ്ലെയിൻ വരച്ചു. എന്നിട്ട് ആ പ്ലെയിൻ എടുത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരു പ്ലെയിൻ വരയ്ക്കാൻ പോവാണ് താഴോട്ട്. ഒരു 100ൽ ഞാൻ ഫ്ലിപ്പ് ചെയ്ത് താഴോട്ട് വെച്ചിട്ട് വരച്ചു. ഇനി അടുത്തൊരു പ്ലെയിൻ ചൂസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഞാൻ വീണ്ടും ഒരു പ്ലെയിൻ വരയ്ക്കാൻ പോവുകയാണ്. അതൊരു 50 ആണ്. ഓക്കെ, അതിനുശേഷം ആ പ്ലെയിൻ ചൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു പ്ലെയിൻ എടുത്ത് വെച്ചിട്ട് അതിനൊരു 100 വരയ്ക്കുന്നു. വീണ്ടും ഞാൻ റൈറ്റ് പ്ലെയിൻ എടുത്തിട്ട് അതിന് ഒരു പ്ലെയിൻ വരയ്ക്കാൻ പോവുകയാണ്. 2 പ്ലെയിൻസുകൾ വരയ്ക്കാൻ പോവുകയാണ്. ഒന്ന് 50ൽ വരച്ചു. ഓക്കെ, അടുത്ത പ്ലെയിൻ എന്ന് പറയുന്നത് 100ൽ വരച്ചു. ഓക്കെ, ഇപ്പോൾ എനിക്ക് മൊത്തം 6 പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ പ്ലെയിൻസ് മാത്രം വെച്ച് ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞ ടൂൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞാൻ വീണ്ടും ഇൻ്റർസെക്റ്റ് എടുത്തു. ഇൻ്റർസെക്റ്റ് എടുത്തിട്ട് ഞാൻ ഓരോ പ്ലെയിനും ചൂസ് ചെയ്യണം. 1 2 3 4 ഓക്കെ 5 സോറി ഇത് ഏതാണ് സെലക്ട് ചെയ്തെന്ന് അറിയാൻ വയ്യ. ഓക്കെ, നമുക്ക് ഒന്നും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ടോപ്പ് ഇത് സെലക്ട് ചെയ്തു. ഇനി ഇത് ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ അകത്ത് എൻട്രാപ്പ് ചെയ്തിരുന്ന ഒരു ക്യൂബ്, അതായത് ഈ 4 പ്ലെയിനുകളിൽ ചേരുമ്പോഴത്തേക്ക് നമുക്കൊരു ക്യൂബ്സ് അതിൻ്റെ അകത്ത് ഫോം ചെയ്യും. അത് സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് അവിടെ ഒരു ക്യൂബ്സ് ഫോം ചെയ്തത്. നമ്മൾ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് ഫോം ചെയ്യുന്നു. നമ്മളതിൽ കൺസ്യൂം സർഫസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ ഒരു പ്ലെയിൻ്റെ അകത്ത് അത് ആ 6 പ്ലെയിൻസിൻ്റെ അകത്ത് എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പ് കിട്ടി. ഇനി അടുത്തത് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ കൂട്ടാനോ കുറയ്ക്കാനോ പോവുകയാണ്. ഓക്കെ, ഇതൊരു 100 എന്ന് പറയുന്നത് ഒരു 200 കൊടുത്തു. ഓക്കെ, ഉണ്ടോ, നമുക്ക് ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഷേപ്പ് വ്യത്യാസപ്പെടുത്തി. ഇതാണ് ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ബ്ലോക്കിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്യാം, 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് സർഫസ് ജോമെട്രികളിലാണ്, സർഫസിൻ്റെ ടൂൾസ് ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ വളരെ റെയർ കേസുകളിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഞാനിപ്പോൾ സർഫസിലോട്ട് നമ്മൾ തിരിയാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ സോൾഡ് മോഡൽ ചെയ്യുന്ന ആ ഭാഗത്ത് വെച്ചായതുകൊണ്ട് ഞാൻ സർഫസിന് പകരം പ്ലെയിൻസ് എടുത്ത് വെച്ച് ചൂസ് ചെയ്തു. പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 ഡയമെൻഷണൽ ജോമെട്രിയാണ്. പക്ഷേ നമുക്ക് സർഫസ് എടുക്കുമ്പോഴത്തേക്ക് അതിൽ കർവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ ആ ക്ലാസ്സുകൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാം. കാരണം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പഠിക്കുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത് പഠിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇൻ്റർസെക്റ്റ് ഒന്നും കൂടെ എടുത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ.